ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വായ്പ എടുക്കുന്നത് മോശം കാര്യമല്ല. എന്നാൽ വായ്പയെടുത്ത് വായ്പ തിരിച്ചടയ്ക്കാതെ മുങ്ങുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. കുവൈത്ത് ഗൾഫ് ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ എടുത്ത് രാജ്യം വിട്ട നഴ്സുമാരടങ്ങുന്ന 1425 മലയാളികൾ ഇപ്പോൾ കേരളത്തിന് മാത്രമല്ല ഭാരതത്തിനും നാണക്കേടായിരിക്കുകയാണ്. ഗൾഫ് ബാങ്ക് ഓഫ് കുവൈത്തിന്റെ 700 കോടി രൂപയിലധികം മലയാളികൾ വായ്പയായി തട്ടി എന്നാണ് പരാതി. കുവൈത്ത് ഗൾഫ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുൽ വാസി കമ്രാൻ പോലീസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി നൽകിയ പരാതിയെ തുടർന്ന് വിവിധ ജില്ലകളിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 1425 മലയാളികൾ തട്ടിപ്പ് നടത്തി എന്നാണ് ബാങ്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. കേരളത്തിൽ ഇതിനകം 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിൽ മാത്രം 10.5 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലിശ അടക്കം 1.25 കോടിക്ക് മുകളിൽ അടയ്ക്കാനുള്ളവരുമുണ്ട്. നിലവിൽ 10 പേർക്കെതിരെയാണ് കേസ്. ഇപ്പോൾ കുവൈത്ത് ഗൾഫ് ബാങ്ക് മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാങ്കുകൾ രംഗത്ത് വന്നേക്കുമെന്നാണ് അറിയുന്നത്. എറണാകുളം റൂറൽ പരിധിയിൽ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളും പുത്തൻകുരിശ്, കാലടി, കോടനാട്, ഊന്നുകൽ, വരാപ്പുഴ, ഞാറയ്ക്കൽ എന്നിവിടങ്ങളിൽ ഓരോ കേസുമുണ്ട്. കൊച്ചി സിറ്റിയിൽ കളമശ്ശേരിയിലും കോട്ടയം ജില്ലയിൽ കുമരകത്തും ഓരോ കേസുണ്ട്. ഗൂഢാലോചന, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം ആളുകളും കുവൈത്ത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ജീവനക്കാരാണ്. ഇതിൽ ചിലർ മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. പലരും ഗൾഫ് ജോലി അവസാനിപ്പിച്ച് US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജോലി നേടിയവരാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. MOHലെ സാലറി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പലരും വായ്പ എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന് വിദേശത്ത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന പക്ഷം ഇന്ത്യയിൽ എന്നതുപോലെ തന്നെ നിയമ നടപടികൾ നേരിടണം എന്ന് വ്യവസ്ഥയുള്ള വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ബാങ്ക് കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് അഭിഭാഷകൻ തോമസ് J. ആനക്കല്ലുങ്കൽ വ്യക്തമാക്കുന്നു. മലയാളികളെ മികച്ച ഇടപാടുകാരായാണ് കുവൈത്തിലെ ബാങ്കുകൾ കണ്ടിരുന്നത്. എന്നാൽ വ്യാപകമായി വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ മലയാളികൾക്കുള്ള വിശ്വസ്തതയ്ക്കും കോട്ടം തട്ടിയിരിക്കുകയാണ്. വായ്പാ കുടിശ്ശിക വരുത്തിയ മലയാളികളുടെ എണ്ണം 100 കണക്കിന് മുകളിൽ വരും എന്ന് തന്നെയാണ് ബാങ്കിന്റെ വിലയിരുത്തൽ. 2015 മുതലാണ് മലയാളികൾ ഇത്തരത്തിൽ വ്യാപകമായി വായ്പയെടുത്ത് തുടങ്ങിയത്. 2023 വൻതോതിൽ കുടിശ്ശിക വന്നത്. MOH ജോലിക്ക് എത്തിയവർക്ക് വിവിധ ഏജൻസികൾ വായ്പ ലഭ്യമാക്കി നൽകാറുണ്ട്. നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശമ്പളത്തിൽ നിന്ന് വായ്പ അടച്ചു തീർക്കുന്നതോടെ ഇവർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ സ്വന്തമാകും. ഇതുപയോഗിച്ച് 1 കോടി രൂപ വരെയുള്ള വായ്പ തരപ്പെടുത്തിയ ശേഷം ജോലി അവസാനിപ്പിച്ചവരും ഉണ്ട് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ ബാങ്ക് അധികൃതർ കേരളത്തിലേക്ക് എത്തും. ഇവർ കൈമാറുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മലയാളികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത. അടുത്ത ആഴ്ചയാണ് ബാങ്ക് അധികൃതർ കൊച്ചിയിൽ എത്തുക. കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതാണ് ലോൺ തിരിച്ചടവ് മുടങ്ങാൻ കാരണം എന്നാണ് പ്രതികളായവർ നൽകുന്ന വിശദീകരണം. പ്രതികളായ നഴ്സുമാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നീക്കം ബാങ്ക് അധികൃതർ തുടങ്ങിയെന്നും വിവരമുണ്ട്. അതേസമയം 2020-22 കാലത്താണ് ബാങ്കിൽ തട്ടിപ്പ് നടന്നത് എന്നാണ് കുവൈറ്റ് ബാങ്ക് അധികൃതർ കേരള പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. കുവൈത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്ന 700ഓളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് മുങ്ങിയത് എന്നാണ് വിവരം. ബാങ്കിൽ നിന്ന് ചെറിയ തുക വായ്പ എടുത്ത് ഇത് കൃത്യമായി തിരിച്ചടച്ച് ക്രെഡിറ്റ് സ്കോർ ഉയർത്തിയ ശേഷം പ്രതികൾ വലിയ തുക വായ്പ എടുത്ത് ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു. വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് കുവൈത്ത് ബാങ്ക് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതിൽ 8 കേസുകൾ എറണാകുളം റൂറൽ പരിധിയിലും 1 കൊച്ചി സിറ്റിയിലും മറ്റൊരെണ്ണം കോട്ടയത്തുമാണ്. 60 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് ഓരോരുത്തരും കുവൈറ്റിലെ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ച് ലോൺ എടുത്തത്. ആദ്യത്തെ കുറച്ച് തവണകൾ അടച്ച ശേഷം പലപ്പോഴായി ഇവരെല്ലാം മുങ്ങി എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ഭൂരിഭാഗം പേരും ഇപ്പോൾ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, അയർലൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കണ്ടെത്താനാണ് സംസ്ഥാന പോലീസിന്റെ സഹായം തേടിയത്. നിലവിൽ കേരളത്തിൽ കണ്ടെത്തിയ 10 പേർക്കെതിരെയാണ് കേസ്. എന്നാൽ കുവൈറ്റിൽ എത്തിയ ശേഷം ഇടനിലക്കാർ മുഖേനയാണ് ലോൺ എടുത്തത് എന്നും കോവിഡിനെ തുടർന്ന് മടങ്ങിപ്പോന്നു എന്നുമാണ് പ്രതികളായവർ പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.